നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ഒരാൾക്ക് സർപ്പബാധയുണ്ടോ എന്ന് പ്രശ്നചിന്തയിൽ എങ്ങനെ മനസ്സിലാക്കാമെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരാളുടെ ആരോഗ്യം, സമ്പത്ത്, സന്താനം ഇവയ്ക്കെല്ലാം നാശം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് സർപ്പബാധയുണ്ട് എന്ന് ചിന്തിക്കാം. അയാൾക്ക് സർപ്പബാധയുണ്ടോ എന്ന് പ്രശ്നചിന്തയിൽ എങ്ങനെ മനസ്സിലാക്കാം? അതിനുള്ള ജ്യോതിഷപരമായ പരിഹാരങ്ങൾ എന്താണെന്നും നോക്കാം. പ്രശ്നചിന്തയിൽ രാഹു ഗുളികനുമായി ചേർന്നു രാഹുവിൻ്റെ 7-ലോ 5-ലോ 9-ലോ ഗുളികൻ നിൽക്കുകയോ ചെയ്താൽ അയാൾക്ക് സർപ്പബാധയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ രാഹു ബാധക സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിലും സർപ്പബാധയുണ്ടെന്ന് ചിന്തിക്കാം. അതേപോലെ പ്രശ്നത്തിൽ ചൊവ്വ രാഹുവിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നുവെങ്കിലും സർപ്പബാധയുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ പാമ്പൻകാവിലെ മരം നശിപ്പിക്കുകയോ അവിടെ കിളയ്ക്കുകയോ പാമ്പിനെ കൊല്ലുകയോ പാമ്പിൻ പുറ്റ് ഉടയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുവഴി സർപ്പബാധ ഏറ്റിട്ടുണ്ട് എന്നും ചിന്തിക്കാം. അതേപോലെ തന്നെ ഗുളികൻ കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് 1, 4, 7, 10 എന്നീ ഭാവങ്ങളിലാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ മലമൂത്ര വിസർജനം, മൈഥുനം മുതലായവ ചെയ്ത് അവിടെ അശുദ്ധമാക്കി അതുമൂലം സർപ്പബാധ സംഭവിച്ചു എന്ന് ചിന്തിക്കാം. പ്രശ്നചിന്തയിൽ വ്യാഴം ബാധകാധിപതനായി 6, 8, 12 ഭാവങ്ങളിൽ രാഹുവിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിൽ, അതായത് രാഹുവിൻ്റെ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിലാണ് ബാധകാധിപതനായ വ്യാഴം നിൽക്കുന്നതെങ്കിൽ അത് ഉത്തമ സർപ്പങ്ങളുടെ ബാധയാണെന്ന് ചിന്തിക്കാം. ബാധകാധിപനായ വ്യാഴം ഗുളികൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ അത് അധമ സർപ്പങ്ങളുടെ ബാധയാണെന്നും ചിന്തിക്കാം. രാഹുവിന് ആദിത്യനുമായി ബന്ധം വന്നാൽ, അതായത് യോഗം, ദൃഷ്ടി, കേന്ദ്രസ്ഥിതി ഇവയുണ്ടായാൽ, അതായത് രാഹുവിന് ആദിത്യനുമായി യോഗം ചെയ്യുകയോ ദൃഷ്ടി ചെയ്യുകയോ കേന്ദ്രസ്ഥിതി വരികയോ ഉണ്ടായാൽ അത് ഉത്തമ സർപ്പബാധയാണെന്നും, രാഹുവിന് ചന്ദ്രനുമായിട്ടാണ് യോഗം, ദൃഷ്ടി, കേന്ദ്രസ്ഥിതി ഉണ്ടാകുന്നതെങ്കിൽ അധമ സർപ്പങ്ങളുടെ ബാധയാണെന്നും ചിന്തിക്കാം. അതേപോലെ രാഹു ചരരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ മുട്ടകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് എന്നും, ചരരാശി എന്ന് പറയുമ്പം മേടം, കർക്കിടകം, തുലാം, മകരം എന്നീ രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ മുട്ടകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ടോ എന്നും, രാഹു ഉഭയരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ, ഉഭയരാശി എന്ന് പറയുന്നത് ഏതൊക്കെയാ? മിഥുനം, കന്നി, ധനു, മീനം ഈ രാശികളിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ സർപ്പക്കുഞ്ഞുങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് എന്നും അതിനാലാണ് സർപ്പബാധയ്ക്ക് കാരണമെന്നും മനസ്സിലാക്കാം. അതേപോലെ തന്നെ രാഹു സ്ഥിരരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ, സ്ഥിരരാശി എന്ന് പറയുമ്പം ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഇതാണ് സ്ഥിരരാശി. ആ സ്ഥിരരാശിയിലാണ് രാഹു നിൽക്കുന്നതെങ്കിൽ വൃക്ഷങ്ങൾക്ക് നാശം സംഭവിച്ചതിനാൽ ബാധയ്ക്ക് കാരണമായി എന്ന് ചിന്തിക്കാം. രാഹു ലഗ്നത്തിലാണ് നിൽക്കുന്നതെങ്കിൽ മുട്ടകളും കുഞ്ഞുങ്ങളും നശിപ്പിച്ചതിനാൽ സർപ്പബാധയ്ക്ക് കാരണമായി എന്നും ചിന്തിക്കാം. ഇതിനൊക്കെ തന്നെ പരിഹാരമായി നീചസർപ്പങ്ങൾക്ക് ചെമ്പുകൊണ്ടും ഉത്തമ സർപ്പങ്ങൾക്ക് സ്വർണം കൊണ്ടും സർപ്പപ്രതിമയും മുട്ടയും സർപ്പസന്നിധിയിൽ സമർപ്പിക്കണം. പ്രശ്നചിന്തയിൽ ചരരാശി ലഗ്നമായി വരുന്നതെങ്കിൽ മുട്ടയും സർപ്പപ്രതിമയും 11 വേണം. സ്ഥിരരാശിയിലാണ് ലഗ്നമാകുന്നതെങ്കിൽ 9, ഉഭയരാശിയിലാണ് ലഗ്നം വരുന്നതെങ്കിൽ 7 സർപ്പസന്നിധിയിൽ സമർപ്പിക്കണം എന്നതാണ് പാരമ്പര്യ ആചാരമറിയാവുന്നവർ പറയുന്നത്. അതുപോലെ തന്നെ രാഹു ബാധക സ്ഥാനത്തും 6-ലും 8-ലും 10-ലും നിൽക്കുമ്പോൾ സർപ്പപ്രീതിക്ക് വേണ്ടി സർപ്പബലി നടത്തണമെന്നാണ്. രാഹു 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ
ചിത്രകൂടമുണ്ടാക്കണമെന്നാണ്. രാഹു 12-ൽ നിൽക്കുകയാണെങ്കിൽ സർപ്പപ്പാട്ട് നടത്തണമെന്നാണ്. രാഹു ലഗ്നത്തിലോ 7-ാം ഭാവത്തിലോ നിൽക്കുകയാണെങ്കിൽ 100-ഉം പാലും കൊടുക്കണമെന്നാണ്. രാഹു 7-ൽ നിൽക്കുമ്പോൾ സർപ്പം തുള്ളലും ആകാമെന്നും പറയുന്നുണ്ട്. ലഗ്നം 4, 6, 7, 8, 10, 12 എന്നീ ഭാവങ്ങളിൽ രാഹു നിൽക്കുമ്പോൾ സർപ്പബാധ ചിന്തിക്കാം. ഏത് ഭാവങ്ങളിലായാലും സർപ്പബലി നടത്തുന്നത് നല്ലതാണ്. ഉത്തമ സർപ്പങ്ങൾ സർപ്പബലി കൊണ്ട് തന്നെ തൃപ്തി നേടുന്നുവെന്നാണ്. നീചസർപ്പങ്ങളാകട്ടെ പാട്ട് മുതലായവ കൊണ്ട് സംതൃപ്തിപ്പെടുന്നു എന്നുമാണ്. എല്ലാ സർപ്പങ്ങൾക്കും ബലികർമ്മം സന്തുഷ്ടിപ്രദമാണ്. വൃഷങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പൂർവസ്ഥിതിയിലാക്കണം. അതുപോലെ പാമ്പൻകാവിന് അശുദ്ധി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുണ്യാഹ കർമ്മങ്ങൾ നടത്തണം. ചിത്രകൂടക്കല്ല് കേടുവരികയോ നഷ്ടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ജീർണോദ്ധാരണം നടത്തി പതിവ് പൂജകൾ ചെയ്ത് വേണ്ട വിധം അവിടം സംരക്ഷിക്കണം. ഇങ്ങനെ സർപ്പബാധ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ആരോഗ്യം, സന്താനം, സമ്പത്ത് ഇവ സിദ്ധിക്കുവാൻ ഇങ്ങനെയുള്ള സർപ്പപ്രീതി വരുത്തിക്കൊള്ളണം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.